മാലോ, മേശയിൽ കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളച്ച് കാത്തു നിൽക്കാനും കരയാനൊന്നും നിൽക്കണ്ട. അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്? അതെ. എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും. എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്. ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം. ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും. പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലമ്പോത്തിന് തന്നെ അനുഭവിക്കുക തന്നെ. ഞാൻ പോണു. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി. വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ? എന്നാ ഉണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുകയും വേണമല്ലോ. ഡേ, നിന്നോടിപ്പോ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആർത്തിയിട്ടുണ്ടല്ലോ. ഭൂഷണേനുമ്പോ മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞേ. ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വാരണത് നളിനിയല്ലേ? എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊറയില്ല നിങ്ങൾക്കൊക്കെ. ഇനി പുതുപ്പെണ്ണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട്. ഏട്ടാ സാരില്ല, ഞാൻ ഓടിയപ്പുറത്ത്. മാലതി, ആ ചൂലങ്ങ് വാങ്ങി. മോൾ അപ്പുറത്ത് പോയിരുന്നു. ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്.